വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. 100 ഡേ സ്റ്റഡി പ്ലാൻ, ദെൻ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ദെൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചാനലില്. ദെൻ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ചോദ്യമാണ്, യൂഷ്വലി PSC എക്സാമിനൊക്കെ ഓരോ ഗൈഡുകൾ ഉണ്ടായിരിക്കും. പലരും ആ ഗൈഡ് വെച്ച് പഠിച്ച് പോയി എക്സാം എഴുതുന്നത് കാണാറുണ്ട് അല്ലേ? അതുപോലെ ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ഗൈഡുകൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടിന്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് കിടക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ട് PSC എഴുതുന്നവരുണ്ടായിരിക്കും, ഒരുപാട് PSC എക്സാംസ് എഴുതി ഒരു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കും. ഒരുപാട് PSC എക്സാംസ് എഴുതിയാലും അത് ക്രാക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓരോ PSC എക്സാമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിപ്ലൈ നൽകുന്നത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാംസ് ഉണ്ട്, അല്ലെങ്കിൽ PSC എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താ? കുറേ GK, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ്, ഇംഗ്ലീഷ്, മാത്സ്, ഇങ്ങനെയുള്ള പോർഷൻസ് നിർബന്ധമായും നമ്മുടെ എക്സാമിൻ്റെ സിലബസിൻ്റെ പാർട്ടായിട്ട് കാണുന്നതാണ്. സബ്ജക്റ്റ് ആണെങ്കിലും ഈ പറയുന്ന പാർട്ട് ഉണ്ടാകും മിക്കതിലും. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള PSC എക്സാംസ് നമ്മൾ അതിൻ്റെ കോച്ചിങ് ആണ് നമ്മുടെ സ്ഥാപനം മെയിനായിട്ട് കൊടുക്കുക, കോമേഴ്സ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട്. അതാണ് ഈ പറയുന്ന ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് മാനേജ്മെന്റ്. ഇതിലൊക്കെ സബ്ജക്റ്റ് മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. വേറെ നേരത്തെ പറഞ്ഞ GKയോ മറ്റു കാര്യങ്ങളോ മാത്സ്, ഇംഗ്ലീഷ്, ഇതൊന്നുമില്ല. സോ ഈ ഒരു എക്സാംസിന്റെ പ്രത്യേകത സബ്ജക്റ്റ് ആയതുകൊണ്ട്, സബ്ജക്റ്റ് മാത്രമായതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് PSC പോലെ ഏതെങ്കിലും ഒരു ഗൈഡ് മേടിച്ച് പഠിച്ചു പോയി എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കുന്ന കാര്യമല്ല. പ്യുവർലി കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരാം. നിങ്ങൾ യൂഷ്വലി ഏതെങ്കിലും ഒരു ഗൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം ഒരു ചോദ്യം വരുന്നു, 4 ഓപ്ഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള പല ചോദ്യങ്ങളുണ്ടായിരിക്കും, അതിന് ആൻസർ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതേണ്ട ഒന്നല്ല ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്യുവർലി കൺസെപ്റ്റ് ആണ് നമുക്കറിയണ്ടേ. അതുപോലെ തന്നെ ആ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എക്സാമിന് വരുന്നത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താ? ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാണ്ട് ഒരു ഡിറക്റ്റ് ചോദ്യം വന്ന 4 ഓപ്ഷൻ അതിൽ നിന്ന് ഒരു ആൻസർ കൊടുക്കുന്ന ഒരു പാറ്റേൺ അല്ല PSC ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു, ഇപ്പൊ ജൂനിയർ അക്കൗണ്ടന്റ് ആണെങ്കിലും. ബട്ട് അന്നത്തേനേക്കാളും കൂടുതൽ കോമ്പറ്റീഷൻ ആയി. ഇപ്പോൾ ഓരോ കാലഘട്ടം കഴിയും തോറും എക്സാമിന്റെ ടഫ്നെസ് എന്ന് പറയുന്നത് കൂടി വരാണ്. ഈ ഒരു സിലബസ് ബേസിൽ അങ്ങനെ ഒരു ഗൈഡ് ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. 10 മൊഡ്യൂൾ മാത്രമായുള്ളത്. ഇനി പലരും ഇനിയിപ്പോൾ അത് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ഇതിൻ്റെ പാറ്റേണിലെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫോമാറ്റിൽ പോയിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ തന്നെ പഠിക്കുകയാണ് എങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, സിലബസ് എടുക്കുക, ദെൻ അത് റെഫർ ചെയ്ത് പഠിക്കുക. ദെൻ അതിനുശേഷം നല്ല ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതാണ് നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഇപ്പോൾ ടാക്സ് ഫോർ എക്സാമ്പിൾ എടുത്തു, അല്ലെങ്കിൽ FM എടുത്തു, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്
നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തൊരു നോട്ട് ഉണ്ടാക്കുന്നു. ദെൻ അത് നല്ല രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള MCQ പ്രാക്ടീസസ് ചെയ്യുക. ഏത് രീതിയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാലും കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമ്പർ 1 റെഫർ ചെയ്യുക. നമ്പർ 2 അതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നല്ല ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പിടിക്കുക. ഇതാണ് നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് നമ്മുടെ കോച്ചിങ്ങിലാണെങ്കിൽ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാവരും ഇത് കാണാം. ഇനി നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഗൈഡ് ഇല്ലാത്തേ എന്നുള്ളതിൻ്റെ റീസൺ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.